Did you see the video that I shared? സുനാമി വീഡിയോ കണ്ടില്ലേ? കണ്ടിനി. പിന്നെ എന്താ നീ കാണാത്തെ? ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ യു വെർ നോട്ട് അറ്റ് ബോൺ അറ്റ് ദാറ്റ് ടൈം ഇൻ 2004, ബട്ട് യു കം ടു നോ ദാറ്റ് tsunami has taken place in 2004 in Kerala, not only in Kerala, in some part of India and in many other parts, and nearly 2 lakhs of people were dead. ഏകദേശം 2 ലക്ഷത്തോളം മേളിൽ ആൾക്കാർ മരിച്ച ഒരു ദുരന്തമായിരുന്നു സുനാമി. സുനാമി എന്താണ്, എങ്ങനെയാണെന്നൊക്കെ ഇപ്പം വീഡിയോയിൽ കണ്ടു. ബിഗ് വേവ്സ് കംസ്, ഹൈ ടൈഡ് waves comes and people, those who were standing near the coastal regions, were taken away by these huge waves. വലിയ തിരമാലകളെ ഈ ആൾക്കാരെല്ലാം എടുത്ത് കടലിലേക്ക് കൊണ്ടുപോയി അല്ലേ? അപ്പം നിങ്ങൾ കണ്ടു. അപ്പം ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? ഇതുപോലുള്ള ഇന്റർനെറ്റിലൂടെ സെർച്ച് ചെയ്തിട്ടാണ് അല്ലേ? Okay, opening the Internet Explorer. How to open the Internet Explorer in computer? Click on the start button, go to all programs and click on the Internet Explorer. ഇവിടെ നിങ്ങൾക്ക് ആ ചിത്രം പേജ് 87 ചന്ദ്രിക്കുന്ന ലാസ്റ്റ് പിക്ചർ നോക്കുമ്പോൾ പറയാം. Did you see start? Page, the picture that is given on page number 87 in computer textbook, page number 87, and see the last picture, steps to start Internet Explorer. Did you see that? First we have to click on start. Then when you click on the starter, here first one options will be there. So many options will be there in that all program. Did you see all programs? Okay. Then when you click on all programs, what all the programs are there on the all programs from beginning, set program, access and default as അങ്ങനെ കുറേ ഓപ്ഷൻസ് വന്നിട്ട് താഴെ നമുക്ക് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ബ്ലൂ കളറിൽ അവിടെ വന്നിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ? ഓൾ പ്രോഗ്രാംസ് കഴിഞ്ഞ് അടുത്ത കോളത്തിൽ വന്നപ്പോൾ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ. Did you see? Okay, when you click on the Internet Explorer, here about Yahoo Mail, Yahoo Messenger, about design എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും എടുക്കാം. യാഹൂ, ഗൂഗിൾ അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്, അതിൽ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, ടൈപ്പ് ദ അഡ്രസ് http://www.google.in the address bar. അപ്പോൾ സെർച്ചിൽ നമുക്ക് അഡ്രസ്സ് ടൈപ്പ് ചെയ്യാം. The Google web page will open. The page will look like this way. അടുത്ത പേജ് എടുത്തേ, അതിനകത്ത് നമുക്ക് കാണാം ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. എനിക്ക് തോന്നുന്നു ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. Can you see anything? This is Google's. ഇതുണ്ടോ ഗൂഗിളിൻ്റെ ജി, ഇങ്ങനെയായിരിക്കും ഗൂഗിളിൻ്റെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ. പിന്നെ മറ്റേ പേജ് ഞാൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞു വരും. വെയിറ്റ്, ഞാൻ നോക്കട്ടെ അത് തന്നെ ഷെയർ ചെയ്യാൻ പറ്റുമെന്നേ. ഓക്കെ, ഗൂഗിളിൽ കുറേ ഓപ്ഷൻസ് ഇങ്ങനെയൊക്കെ ഉണ്ട്. നമുക്ക് ഗൂഗിളിൽ ക്ലിക്ക് ചെയ്ത് ഗൂഗിൾ സ്റ്റോപ്പ് ഷെയർ കൊടുത്തിട്ട് ഓൾ പ്രോഗ്രാംസ് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് എന്താ ഇതിനകത്തുള്ളത്? ഓക്കെ, ഇവിടെ ഗൂഗിൾ. ഓക്കെ, ഈ പേജ് നിങ്ങൾ കണ്ടോ? ഓക്കെ, ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് 88 തന്നിരിക്കുന്ന പേജ് ഗൂഗിൾ.
ഓക്കെ, ഇനി നമ്മൾ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഗൂഗിൾ എന്നുള്ളത് കണ്ടോ, ഗൂഗിൾ. ഇവിടെ സെർച്ച് ഗൂഗിൾ ഓർ ടൈപ്പ് URL. നമുക്ക് എന്താണോ സെർച്ച് ചെയ്യേണ്ടത് വെച്ചാൽ യൂട്യൂബോ വാട്സപ്പോ, ഇവിടെ കുറേ സംഭവം കിടപ്പുണ്ട്. വാട്സപ്പ്, യൂട്യൂബ്, ലോഗിൻ, സൈൻ ഇൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ സംഭവങ്ങൾ കിടപ്പുണ്ട്. പിന്നെ താഴോട്ട് വന്നു കഴിയുമ്പം 7 ഗൂഗിൾ സെർച്ച്, വെബ് സ്റ്റോർ, ആഡ് ഷോർട്ട് കട്ട് എന്നൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് ഇവിടെ ഗൂഗിൾ സെർച്ച് നമ്മൾ ഇവിടെ സുനാമി ഇൻ കേരള 2004 ഞാൻ ഇതിന് തൊട്ട് മുന്നേ സെർച്ച് ചെയ്തത്. പിന്നെ 6th സ്റ്റാൻഡേർഡിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഗ്ലോബ്, ഗ്ലേസിയർ, ഇതൊക്കെ സെർച്ച് ചെയ്ത സംഭവങ്ങളാണ്. എന്നിട്ട് ഇവിടെ ഇപ്പം നമ്മൾ സുനാമി എന്നുള്ളത് സെർച്ച് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ടൈപ്പ് ചെയ്യുക. ഇവിടെ ഓൾറെഡി ഐ ഹാവ് സെർച്ച്ഡ്, സോ ദ ടൈറ്റിൽ ഈസ് ദെയർ, ഐ ക്യാൻ ക്ലിക്ക് ഇറ്റ്. ദെൻ സുനാമി ഇൻ കേരള ലൈക്ക് ദിസ് വേ ഓഷൻസ് വിൽ കം. ഇഫ് യു വാണ്ട് ഓൾ എന്ന് പറഞ്ഞാൽ വീഡിയോസ്, ഇമേജസ്, ന്യൂസ് ആൻഡ് ഓൾ. ഇപ്പൊ ഒരു ന്യൂസ് എടുക്കുകയെന്ന് വെച്ചോ, എന്താണ് ഇമേജസ്, വീഡിയോ, അന്നത്തെ സുനാമിയുടെ വീഡിയോസ്, ഇങ്ങനെയാണ് സെർച്ച് ചെയ്യുന്നത്. എന്താ ഓക്കെ, ഇപ്പൊ മനസ്സിലായില്ലേ? ഇവിടെ നിങ്ങളുടെ പേജിൽ നോക്കിയാൽ ഗൂഗിളിൽ ഇങ്ങനെ, പിന്നെ ഇതിനകത്തുനിന്ന് കുറേ ഓപ്ഷൻസ് വേറെ വരുന്നുണ്ട്. നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇതാണ് ഗൂഗിൾ എടുത്ത്. ഇവിടെ ആപ്പ്, ന്യൂ ടാബ്, ലോഗിൻ, ഷെഡ്യൂളിംഗ്, ന്യൂ ഫോൾഡർ, പിന്നെ ഇവിടെ സെർച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് റീഡിംഗ് ലിസ്റ്റ്. നമ്മളിവിടെ സെർച്ച് ചെയ്ത് എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതെന്തോ ജോസി അവിടെ സംതിങ് ഈസ് there? Okay. Next one is address bar. At the top of the web page there is address bar. ഞങ്ങൾ എവിടെ സെർച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണിച്ചു തന്നില്ലായിരുന്നോ? ഹന്നക്കുട്ടി കാണുന്നുണ്ടോ? ഓക്കെ. It has the address of the page being viewed. It is one of the most important parts of the browser. Every web page in the internet has its own address. So നമ്മളിപ്പോൾ യൂട്യൂബിലോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം, നമുക്ക് ഇവിടെ നമ്മുടെ എന്താ പറയുന്നത് യൂട്യൂബ് ക്ലാസ്സിന്റെ ലിങ്ക് ഇട്ട് തരാറുണ്ട് അല്ലേ? ആഫ്റ്റർ ദ ക്ലാസ് നമ്മൾ കൺവേർട്ട് ചെയ്തതിന് ശേഷം അത് യൂട്യൂബിലേക്ക് ഇട്ട് തരും. അപ്പൊ നിങ്ങൾ കാണുന്നത് എന്താണ് അതിന്? ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ക്ലാസ് 5th അല്ലെ, ഇതിന് മുന്നേ വന്ന ക്ലാസ് 5ന്റെ ഒരു മാത്സിന്റെ ഞാൻ അങ്ങോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. മാത്സ് അല്ലേ, 2 ഉണ്ട്. ഒന്ന് ജയശ്രീ മിസ്സിന്റെ വാട്സപ്പിൽ നിന്ന്, ഒന്ന് എൻ്റെ. അത് നോക്കിയേ നിങ്ങൾ. പിന്നെ നോക്കുക https://u2.gljomgprem. അങ്ങനെയാണ് നിങ്ങളുടെ ഇന്നത്തെ 5th ക്ലാസ്സിന്റെ ഒരു യൂട്യൂബ് ലിങ്ക് ഇട്ട് തന്നിരിക്കുന്നതിന്റെ അഡ്രസ്സ്, വെബ് അഡ്രസ്സ്. നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ ആഫ്റ്റർ ദ ക്ലാസ് യു വിൽ ഗെറ്റ് ദ യൂട്യൂബ് ലിങ്ക് സെൻഡ്. ആ ലിങ്ക് അഡ്രസ്സിന്റെ കാര്യം പറഞ്ഞത്. ജോസി, ക്യാൻ യു ഹിയർ? എല്ലാ ലിങ്കിലും ഇപ്പൊ മിസ് പറഞ്ഞ അതേ ലിങ്ക് ആണല്ലേ? അതുപോലെ ഒരു അഡ്രസ്സ്. ഇതായത് നിങ്ങൾ രാവിലെ നിങ്ങൾക്ക് 2 മാത്സ് ക്ലാസ് ഉണ്ടായിരുന്നു. ആ 2 മാത്സ് ക്ലാസ്സിന് 2 ലിങ്കാണ് തന്നിരിക്കുന്നത് അല്ലെ, നോട്ട് സെയിം. അപ്പൊ ഓരോന്നിനും ഓരോ സെപ്പറേറ്റ് അഡ്രസ് ഉണ്ടായിരിക്കും, വെബ് അഡ്രസ് ഉണ്ടായിരിക്കും. മനസ്സിലായോ? ഇനി ആഫ്റ്റർ ദിസ് ക്ലാസ് കമ്പ്യൂട്ടർ ക്ലാസ്സസ് ലിങ്ക് ഓൾസോ ഐ വിൽ സെൻഡ്. യു മേ ഹാവ് 2 ക്ലാസ് because we had 2 parts. Now since there was no net, the class was cut off, so you may have 2 parts of this class. You can see that 2 address also will be different. രണ്ടും കുറച്ച് ഡിഫറൻസ് ഉണ്ടായിരിക്കും. മനസ്സിലായോ? സോ എവറി സെർച്ച് വിൽ ഹാവ് ഇറ്റ്സ് ഓൺ അഡ്രസ്. എല്ലാത്തിനും ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ വീട്ടിൽ 5 മക്കളുണ്ടെങ്കിൽ 5 പേരല്ലേ? ഇഫ് you have 5 members at home, each member will have a separate name. Will there be same name for 5 members or 2 members in a family? No. Father will have one name, mother will have one name,
Brother will have one name, sister will have one name, and you may have another name, isn't it? So each one, if there are 100 members in a family also, everyone will have different address. Uncle, auntie, like that way. ഇനി വേറൊരു കുടുംബത്തിൽ നിന്ന് നമ്മുടെ കുടുംബത്തിലേക്ക് വന്ന ഒരാളാണ് ചിലപ്പോൾ സെയിം നെയിം വന്നെന്ന് വരും. പക്ഷെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളവരാണെങ്കിൽ നമുക്ക് എപ്പോഴും ഡിഫറെന്റ് നെയിംസ് ആയിരിക്കും അല്ലേ? ലൈക്ക് ദാറ്റ് വേ വി വിൽ ഹാവ് എ ഡിഫറെന്റ് അഡ്രസ്. എന്താടാ ഫാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നില്ലേ? Okay, at the top of the web page there is an address bar and it has the address of the page being viewed. It is one of the most important parts of the browser. Every web page on the internet has its own address. Every web page has its own address. For example, the address of the Disney website is http://www.disney.in. After the class, take your phone and go to the Google and just type this web address. ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഈ വെബ് അഡ്രസ്സ് നിങ്ങൾ നിങ്ങളുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഡിസ്നി വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. ഡിസ്നി എന്താണെന്നറിയാവോ? Do you know what is Disney? ആർക്കെങ്കിലും അറിയാവോ ഡിസ്നി എന്താന്ന്? ലക്ഷ്മി? വെരി ഗുഡ്. ഇറ്റ്സ് എ ചാനൽ. ഡിസ്നി ചാനൽ ഫോർ കിഡ്സ്. കുട്ടികൾക്കുള്ള ചാനലാണ് ഡിസ്നി അല്ലേ? ഓക്കെ. അപ്പൊ അതിന്റെ അഡ്രസ് എന്താണ്? http://www.disney.in. അവിടെ ഡോട്ട് ഇല്ലെന്ന് തോന്നുന്നു, അത് ഫുൾ സ്റ്റോപ്പ് ആണ്. ഓക്കെ, ലാസ്റ്റത്തെ ഡോട്ട് ഇല്ല. The address of a website is also called the Uniform Resource Locator or URL. ഇപ്പൊ ഞാനിപ്പോ നിങ്ങളെ URL, Uniform Resource Locator. നോക്കാം, ഒരു മിനിറ്റ് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, can you see the site? ഇവിടെ ഗൂഗിൾ ഉണ്ട്. സെർച്ച് ഗൂഗിൾ ഓർ ടൈപ്പ് എ URL. എന്താണ് URL? Can you read this URL? ആ URL ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. സോ ദ അഡ്രസ് ഓഫ് ദ വെബ്സൈറ്റ്, നമ്മൾ എന്താണോ സെർച്ച് ചെയ്യാൻ പോകുന്നത് അത് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യാനാ പറഞ്ഞത്. URL, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ഓക്കെ, യൂണിഫോം റിസോഴ്സ് locator. Search Google or type a URL, Uniform Research Locator. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുക. എന്തിനാ? ഇവിടെ ഉണ്ട്, മേളിലും ഉണ്ട്. സെർച്ച് ഗൂഗിൾ ഓർ ടൈപ്പ് URL. ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യാം. Good afternoon, dear. Okay, otherwise here we can click. അപ്പൊ ഞാൻ ഈ അടുത്ത റീസെന്റ് സെർച്ച് ചെയ്ത സംഭവങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ URL അടിച്ചു കൊടുക്കണം. എന്താണ് നമ്മള് സുന്ദരിക്കുട്ടി കണ്ടോ? ഇപ്പോഴാണ് സുന്ദരിയായേ? അത് നേരത്തെ സുന്ദരിയായിരുന്നോ? കേൾക്കുന്നില്ല മുത്തേ? കേട്ടില്ല ലക്ഷ്മി? സോറി, ലക്ഷ്മി അല്ല, ദേവപ്രിയ. കേൾക്കുന്നില്ലടാ. ഇനി ഇതിന്റെ പ്രോബ്ലം വല്ലതും ആണോന്ന് അറിയത്തില്ല. ഓക്കെ ഓക്കെ ഓക്കെ, ശരിടാ മുത്തേ. ഇവിടെ സെർച്ച് ചെയ്യാൻ വേണ്ടി ഞാനിപ്പോ ഇവിടെ ഒരു സുനാമി നേരത്തെ കൊടുത്തിരുന്ന വേറൊരെണ്ണം എടുക്കുകയാണ്. എന്താണ് എടുക്കേണ്ടത്? ഫ്ലഡ് കൊടുക്കാം അല്ലേ? ഫ്ലഡ് ഇൻ കേരള. ഇവിടെ കുറേ അതിലുണ്ട്. ഫ്ലഡ് എന്നുണ്ട്, ഫ്ലഡ് ഇൻ കേരള 2019, ഫ്ലഡ് ഇൻ കേരള, ഫ്ലഡ് ഇൻ കേരള 2020, ഫ്ലഡ് ഇൻ കേരള, അങ്ങനെ കുറേ ഉണ്ട്. അപ്പൊ ഞാൻ 2019 ഫ്ലഡ് കൊടുക്കാം. അപ്പൊ ഇങ്ങനെ വന്നു. ഇനി ഇത് മാറ്റണം എന്നറിയില്ല, ഇവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ മാറ്റാൻ പറ്റും കേട്ടോ.
ഫ്ലഡിന്റെ ഒരു പിക്ചർ തന്നിരിക്കുന്ന ന്യൂസ് ആണിത്. ഓക്കെ, ശരി. ഇത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്താന്ന് ഗൂഗിളിന്റെ, അതിന് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് അഡ്രസ് ബാർ കഴിഞ്ഞു. പിന്നെ ദ ടേം ഗൂഗിൾ വാസ് കോയിൻഡ് ബൈ മിൽട്ടൺ ഷിറോട്ട. ദ ടേം ഗൂഗിൾ വാസ് ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ് ഗൂഗോൾ വിച്ച് മീൻസ് നമ്പർ 1 ഫോളോഡ് ബൈ 100 സീറോസ്. ഗൂഗിൾ എന്ന് പറഞ്ഞാല് നമ്പർ 1 കഴിഞ്ഞിട്ട് 100 സീറോസ് എഴുതുന്നതാണ് ഗൂഗിള്. ഗൂഗിൾ എന്ന് പറഞ്ഞാൽ 1 കഴിഞ്ഞിട്ട് ഒരു 100 സീറോ. അതെങ്ങനെ വേണേലും നിങ്ങൾ വായിച്ചു. അതിനെ വായിക്കുന്നത് എങ്ങനെയാണ്? ഗൂഗിൾ. ഒന്ന് ബുക്കിൽ എഴുതി തീർക്കണം കേട്ടോ. 1 ഇട്ടിട്ട് 100 സീറോ ഇട്ടിട്ട് നോക്കുക എന്തോരം വലുതാന്ന്. Next, navigation buttons. There are some navigation buttons at the standard bar at the browser window. Let us find what are those buttons used for. This is back button. Clicking on this button lets you go back to the previous web page that you were looking at. And second one is a forward. This is the forward button. If you want to go to the succeeding web page, you can use this button to display this page. And cross mark or into marker, this is the close button. Clicking on this button close the web page. And next one is a camera boya. ഈ ഒരു സാധനം കൊണ്ട് ഞാൻ മടുത്തു. അത് പോവുകയാണ്. പിന്നെ അവിടെ എങ്ങനെ അടങ്ങിയിരിക്കുക ക്യാമറ ഇപ്പൊ കിട്ടൂലല്ലേ? ഓക്കെ, എന്താ പറഞ്ഞ റുബൈസേ? വാട്ട് ഡിഡ് യു സേ? See, our laptop's camera is not working. We have taken another webcam, but it is not fitting for it always. If a small moment for the laptop will make the camera to fall down. That's what. Godwin, what is that in your mouth? Is it plastic, my dear? Plastic ആണോ മുത്തത്? ഒട്ടിക്കുന്ന ചെരുപ്പോ? ടേപ്പാ? അത് വായിൽ വെച്ച് നിന്റെ വായ അങ്ങോട്ട് ഒട്ടിപ്പോകും. പിന്നെ സംസാരിക്കാൻ പറ്റൂല കേട്ടാ. പിന്നെ എന്തേലും ചോദിച്ചു കഴിയുമ്പോ വെക്കാൻ പറ്റുള്ളൂ. ഒന്നും സംസാരിക്കാൻ പറ്റൂല. അതുകൊണ്ട് പാകത്ത് വെക്കും കേട്ടോ. ഓക്കെ, ജോസി അവിടെ ഓൾറെഡി സെലോടേപ്പ് വെച്ച് വായ ഒട്ടിച്ചെന്ന് തോന്നുന്നു ഇരിപ്പ് കണ്ടിട്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് this refresh button. Clicking on this button forces the browser to retrieve and show the latest copy of the page or to reload the current page. ഞാൻ അതൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കാണിക്കാം. നെക്സ്റ്റ് വൺ ഈസ് this is the home button. Clicking on this button will take you to the first page which is loaded when Internet Explorer starts. ഗൂഗിളിൽ എടുത്തു. ഗൂഗിളിൽ നമ്മൾ പറഞ്ഞ ഫസ്റ്റ് ബട്ടൺ എന്ന് പറയുന്നത് ഇവിടെ കണ്ടോ? ഇവിടെ നമ്മളിപ്പോ ഒന്ന് സെർച്ച് ചെയ്യാത്തത് കൊണ്ട് ഈ ബട്ടൺ ഇല്ല. ജസ്റ്റ് സ്റ്റാർട്ടഡ് ഉള്ളി. അതേസമയം നമ്മൾ സുനാമി അങ്ങനെയുള്ളതൊക്കെ അടിച്ചു കൊടുത്തതാണെന്നുണ്ടെങ്കിൽ സുനാമി ഇൻ കേരള കൊടുത്തു. അതിന് ശേഷം നമ്മൾ പിന്നെ ഇവിടെ നമുക്ക് സെർച്ചിൽ പോയിട്ട് വേറൊന്ന് അടിച്ചു കൊടുത്തു, ഹിമാലയ അടിച്ചു കൊടുത്തു. അങ്ങനെ വരുമ്പം അടുത്തത് വന്നു. സി അപ്പൊ ലുക്ക് ദിസ് ഹിയർ. ഇനി നമ്മൾ വേറൊരെണ്ണം അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഫോർവേഡ്. ദിസ് ഈസ് ബാക്ക്വേർഡ്. ഇതിൽ അടിച്ചു കൊടുത്താൽ നമ്മുടെ ആദ്യത്തെ സുനാമി വന്നു. ഇത് അടിച്ചു കൊടുത്താൽ നമ്മൾ അത് കഴിഞ്ഞ് അടിച്ചു കൊടുത്ത ഹിമാലയ വന്നു. ഓക്കെ, ദിസ് 2 buttons, did you notice that? Yes.
And this one, reload this page. Refresh button. Next, home ennu paranjunde adu idu close cheyyundu. Third, this close the button. Okay. ഇവിടെ ക്ലിയർ ചെയ്യാൻ വേണ്ടി ക്ലിയർ ചെയ്താൽ നമ്മൾ അടിച്ചതെല്ലാം നേരത്തെ ഇതിന് മുന്നേ കൊടുത്തതെല്ലാം വരും. This is the home button. Clicking on this button will take you to the first page which is loaded when Internet Explorer starts. Okay. So, ഇത്രയുമാണ്. ഇനി നമ്മൾ പുതിയ പേജ് എടുത്തു കഴിഞ്ഞാൽ തീരത്തില്ല. One more page is there, na? Okay, we'll continue there. Okay, bye. The time is up. Bye, Miss. Bye. See you in the next class.